ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MJ ടേസ്റ്റി വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആലു പൊറോട്ടേനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആലു പൊറോട്ട തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം. ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ ഗോതമ്പ് പൊടി എടുക്കുന്നത് അതേ കപ്പ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് കുഴച്ചെടുത്തിട്ട് വരാം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് വേവിച്ച് നല്ലോണം ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സൈസ് സബോള നന്നായി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ സൈസ് ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചതച്ച് വയ്ക്കാം. പിന്നെ 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില, മല്ലിയില, കുറച്ച് ജീരകം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ കറിവേപ്പില നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കാം. ഞാനിവിടെ വിട്ടുപോയതാണ് ചെറുതായിട്ട് അരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. സബോളയും കൂടിയും ചേർത്ത് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. സബോളയെല്ലാം നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിയുമ്പോൾ ഒരു സ്പൂൺ തന്നെ ഗരം മസാല, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമ്മൾ നല്ലോണം കൈകൊണ്ട് തന്നെ നല്ലോണം ഉടച്ചെടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തിരി കട്ടയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് നമ്മളിങ്ങനെ ചപ്പാത്തിയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യുമ്പോൾ നമുക്കത് ശരിക്കും പരത്തിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നല്ലോണം കൈകൊണ്ട് നല്ലോണം ഉടച്ചെടുക്കാൻ നോക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി എടുക്കാം. നല്ലോണം ഇളക്കിയെടുക്കുക. കയ്യിലോണ്ട് തന്നെ നല്ലോണം ഇങ്ങനെ ഇളക്കണ സമയത്ത് നല്ലോണം ഉടച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം.
ഈ നേരത്ത് നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഫില്ലിങ് ശരിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ചപ്പാത്തിയിലിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി തീർത്ത് കഴിഞ്ഞിട്ട് ഉണ്ടയാക്കുമ്പോൾ ഇത്തിരി അത്യാവശ്യം വലിയ ഉണ്ടയാക്കി എടുക്കാൻ ശ്രമിക്കുക. നമുക്കിത് നല്ലോണം പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ പോലെ അങ്ങനെ നല്ല വലിയ വട്ടാക്കി പരത്തണ്ട, ചെറിയൊരു വട്ടാക്കി ആദ്യം പരത്താം. അത്യാവശ്യം കട്ടിയിൽ തന്നെ ചെറിയൊരു വട്ടാക്കി പരത്താം. എന്നിട്ട് ഇതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നല്ലോണം മടക്കി നല്ലോണം ഒരു വട്ടത്തിൽ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉരുളൻകിഴങ്ങിൻ്റെ മിക്സ് ഇട്ടിട്ട് നമ്മൾ ഉണ്ടയാക്കി വെച്ചേക്കണം. ഇതെടുത്തിട്ട് നമ്മൾ പയ്യെ ഇതേപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് നമ്മൾ പയ്യെ വേണം ഇതിങ്ങനെ നല്ലോണം പരത്തി കൊടുക്കാം. കാരണം അല്ലെങ്കിൽ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഉരുളൻകിഴങ്ങിൻ്റെ മിക്സ് ഉള്ള കണ്ടാൽ നമ്മൾ നല്ലോണം സൂക്ഷിച്ച് പതുക്കെ ഇങ്ങനെ നല്ലോണം പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉരുളൻകിഴങ്ങിൻ്റെ ഫില്ലിൽ ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ആലു പൊറോട്ട ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലും കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങും. അങ്ങനെ പൊന്തി വരുന്ന സമയത്ത് നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആലു പൊറോട്ട റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. കണ്ട നല്ല സോഫ്റ്റാണിത്, നല്ല ലെയറായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ.